അപ്പൊ ഞാനൊരു പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ചിറ്റ് ചാറ്റ് സെഷൻ. ആൻഡ് എന്റെ ഫസ്റ്റ് അതിനെന്താ പറയാ, അതിൻ്റെ എന്റെ ഫസ്റ്റ് ആളാണ് ഡോണ എൽസക്കോഷി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ ഡോണ എൽസക്കോഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് ഡൂയിങ് PhD ഇൻ കെമിസ്ട്രി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ US. ഡോണയ്ക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് തന്നെ നിനക്ക് നിന്റെ US ലൈഫിനെ പറ്റി പറയോ? യുഎസിന്റെ ലൈഫ് അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മെയിൻ ആയിട്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. പിന്നെ കുക്ക് ചെയ്യാനൊക്കെ ഒറ്റയ്ക്ക് തുടങ്ങി. പിന്നെ ഭയങ്കര ബിസി ലൈഫാണ്. ലൈക് വീക്കെൻഡ്സ് പോലും കിട്ടാറില്ല. ബട്ട് കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു എന്താ പറയാ, നമ്മളൊരു കാര്യത്തിലങ്ങ് പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ റിസർച്ചിലങ്ങ് മുഴുകിയിരിക്കുകയാണ്. പിന്നെ മെയിൻ കാര്യം കോഴ്സ് വർക്ക്, പ്രൊജക്ട്സ്, ടീച്ചിങ് എല്ലാം കൂടെ ആയപ്പോ ഭയങ്കര ബിസിയായി. വലിയ വ്യത്യാസമൊന്നുമില്ല എനിക്കങ്ങനെ. ഈ ബിസി ആണെന്ന് മാത്രേ ഉള്ളൂ. പിന്നെ ഇത് പറയുന്ന കണക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെയൊക്കെ. യാ, എനിക്കിപ്പോ ഡോണനെ പറ്റി ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഐസറിൽ ഫസ്റ്റ് പരിചയപ്പെട്ട ആളാണ് ഡോണ. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങള് കോറയിലാണ് ഫസ്റ്റ് മെസ്സേജ് അയച്ചത് അല്ലേ? ആൻഡ് ആ മെസ്സേജ് ഓർക്കാണെങ്കിൽ എനിക്കിപ്പോ കോമഡി ആയിട്ട് തോന്നുന്നു. കാരണം ഞങ്ങള് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കറിയാം ഡോണ മലയാളിയാണ്, പക്ഷെ നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് നമ്മൾ അറിയാത്ത ഒരാളോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആർ യു ഫ്രം കൊല്ലം, ആർ യു ഫ്രം ഐസർ ടി വി എന്നൊക്കെയാ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു 5 years നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മള് ലൈക്ക് ഐസറിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഒരു ലൈഫ് ട്രാൻസിഷൻ ആണല്ലോ. അങ്ങനെ ഫിഫ്ത് ഇയറിൽ അല്ലെങ്കിൽ ഫോർത്ത് ഇയറിൽ കുറെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് എനിക്ക് അവളുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ അറിയാം. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യുവർ സക്സസ്. എനിക്ക് അത്രയൊക്കെ നിന്നെ പറ്റി പറയാനുള്ളൂ ശരിക്കും. പിന്നെ എങ്ങനെയുണ്ട് ശരിക്കും ഈ കോഴ്സ് വർക്ക്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? അത് എത്ര നാളത്തേനുണ്ട്? US കോഴ്സ് വർക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതിനെ പറ്റി. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി ഓരോ രീതിയിലൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ 6 കോഴ്സ് ഒക്കെ എടുക്കണം. അപ്പൊ ഓരോ സെമസ്റ്റർ 2 കോഴ്സ് വെച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 3 സെമസ്റ്റർ കൊണ്ട് നമുക്ക് കോഴ്സ് എല്ലാം കഴിയും. കോഴ്സ് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ റിസർച്ചിലേക്ക് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോഴ്സ് വർക്കിന്റെ കൂടെ ടീച്ചിങ് ഉണ്ടാവും. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ടീച്ചിങ് ഉണ്ട്. അപ്പം അതും ഇതുപോലെ എന്താ പറയാ, ഒരു വീക്കിൽ തന്നെ ഒരു 9 മണിക്കൂർ ടീച്ചിങ് ഒക്കെ ആയിട്ട് പോകും. പിന്നെ ഗ്രേഡിംഗ് അങ്ങനെയൊക്കെ പോകും. പിന്നെ ഇപ്പൊ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. സമ്മർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പം ഓഗസ്റ്റ് വരെ സമ്മറാ. അപ്പം ആ സമയത്ത് ഇപ്പൊ റിസർച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കോഴ്സ് ഇല്ല, ടീച്ചിങ് ഒന്നുമില്ല. അപ്പം ഫുൾ ഇനിയിപ്പോ റിസർച്ചിലേക്ക് തന്നെ ആയിരിക്കും. എന്റെ കോഴ്സിന്റെ ആകെ ഒരു കോഴ്സും കൂടി ഉള്ളൂ. അത് അടുത്ത സെമസ്റ്റർ എടുത്ത് തീർക്കും. അപ്പം ബാക്കിയെല്ലാം ഇതുണ്ട്. ഇപ്പൊ റിസർച്ച് ആണ് കൂടുതലും. അതിലേക്ക് തന്നെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഈ കോഴ്സ് വർക്കിനെ പറ്റി പറയുമ്പോ ഈ കോഴ്സ് വർക്ക് ഭയങ്കര പാടാണോ? അതോ നമ്മളിങ്ങനെ മാസ്റ്റേഴ്സ് ലെവലിൽ ചെയ്ത പോലൊക്കെ തന്നെ ഉള്ളോ? കോഴ്സ് വർക്ക് അത് ഡിപ്പെൻഡ്സ്. എന്താ പറയാ, പ്രൊഫസർമാരെ ഡിപെൻഡ് ചെയ്തിരിക്കും. കാരണം അത് ചില കോഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ചില കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ലോണം ഒക്കെ ഇരുന്ന് എഫർട്ട് വേണ്ടി വരും. അത് എടുക്കുന്ന കോഴ്സിനെയൊക്കെ ഡിപെൻഡ് ചെയ്യും. എന്തായാലും ഞാൻ ഇതുവരെ എടുത്ത കോഴ്സുകൾ ഈ സെമസ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് ഹെക്ടിക് ആയത്. അത് കാരണം നമ്മുടെ വർക്കും കൂടി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിൽ എനിക്ക് 2 കോഴ്സ് നല്ല സുഖമായിരുന്നു. ലൈക് നമ്മൾ ഐസറി പഠിച്ച സാധനങ്ങളൊക്കെ തന്നെ കൂടുതലും അങ്ങനെയുള്ള ടോപ്പിക് ഒക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ല. പിന്നെ ഐസറിൽ അത്യാവശ്യം നല്ല ബേസിക്സ് എന്താ പറയാ നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്കത് അത്ര വലിയൊരു ടഫ് ആയിട്ട് തോന്നുന്നില്ല പഠിക്കുമ്പോൾ. Yeah, that's good. അപ്പൊ യൂറോപ്പും US-ലായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം വരുന്ന കോഴ്സ് വർക്കിലാണ്. ലൈക് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസും കോഴ്സ് വർക്ക് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം, നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയെന്നുള്ളത്. ലൈക്ക് നമുക്കിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ട്രാൻസിഷനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എത്ര ഇപ്പം എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിലും ലാസ്റ്റ് മനസ്സിൽ ഓർക്കുന്നത് അതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം നമുക്ക് ഓക്കെ എന്നാ പിന്നെ നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം, ഷോപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് ആരോടും ചോദിക്കണ്ടല്ലോ. ഉം. നമുക്ക് എന്താണ് ചെയ്യാം. വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം. ഇത് കട്ടാക്ക് കേട്ടോ. ഇത് കട്ടായിക്കോ. എന്താ? കട്ടായി. എന്ത് പറയുന്നേ? ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇപ്പൊ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കാം. നീ അന്ന് എത്ര ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു US-ല്? ഞാൻ 3.5 പറയും. ആ, ഒരു യാ, 3 ഐ 3 നോ. ഇവള് 3 ആപ്ലിക്കേഷൻ കൊടുത്തതില് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇവൾക്ക് ഫ്ലോറിഡയിൽ കിട്ടില്ല എന്ന് ഇവള് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. കാരണം ഫ്ലോറിഡ അത്യാവശ്യം റാങ്കിങ് ഒക്കെ ഉള്ള ഇതാണല്ലോ. അപ്പം ഇവള് പറഞ്ഞിരുന്നു ഇവൾക്ക് എവിടെയും കിട്ടില്ല. US-ലാണെങ്കിൽ കുറെയൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഇവള് ഭയങ്കര ഇതായിട്ട് 3 മതി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്നിട്ട് യൂറോപ്പും നോക്കുന്നില്ല, US മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വേറെ പണിക്ക്, എനിക്ക് ഇവള് അന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. നീ വേറെ എന്തോ പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് എല്ലാവർക്കും PhD കിട്ടുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് PhD കിട്ടിയ ആളാണ് ഡോൺ എൽസ കോച്ചി. അത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവള് അപ്ലൈ ചെയ്തത് ഫ്ലോറിഡയിലാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ കിട്ടി. എന്നിട്ട് ഒരു ചെറിയ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവള് കിട്ടിയ ഉടനെ ഫസ്റ്റ് എന്റെ റൂമിൽ വന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ശരിക്കും എന്ത് ഹാപ്പി ആയെന്നറിയാം. നമുക്ക് നല്ലോണം അറിയാവുന്ന ഒരാൾക്ക്
ഒരു നല്ല പൊസിഷനൊക്കെ കിട്ടി അത് നമ്മളോട് ഫസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് PhD കിട്ടിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പൊ നിനക്ക് എന്തോരം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിനക്കറിയായിരുന്നല്ലോ. യാഹ്. നമ്മളെല്ലാരും നമ്മള് 4 പേരും ഒരുമിച്ച് എന്താ പറയാ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നു. എല്ലാവർക്കും കിട്ടി തുടങ്ങി. ഇപ്പൊ എല്ലാവർക്കും കിട്ടണോന്നല്ലേ ആ സമയത്ത് ആഗ്രഹിക്കുന്നത്. എല്ലാരും ഇങ്ങനെ അവരിടുന്ന എഫോർട്ട് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. നീയൊക്കെ നല്ലോണം എഫോർട്ട് ഇട്ടിട്ടുണ്ട്. നീ ആദ്യമേ കിട്ടാൻ നല്ല ഡിസേർവിംഗ് ആയിരുന്നു. അപ്പം എന്തായാലും ഇത് കിട്ടുംന്ന് എനിക്ക് നല്ല ഉറപ്പുമായിരുന്നു. യാഹ്. നല്ല നമ്മള് അടുത്താണ് കിട്ടി. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫ് ആവുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഞാനിപ്പോ 1, 2 ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് കുറെ DMലൊക്കെ കുറെ ആൾക്കാര് വരുന്നുണ്ട്. ലൈക്ക് അവർക്ക് കുറെ റിജക്ഷൻസ് കിട്ടുന്നുണ്ട്. ലൈക്ക് അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. നമുക്കറിയാലോ ലൈക്ക് കുറെ റിജക്ഷൻസ് വന്നിട്ടാണ് ഒരു നല്ല പൊസിഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ നിനക്ക് അതിനെപ്പറ്റി എന്താണ്? CV എഴുതുന്നതിനെ പറ്റി, SOP സ്ട്രക്ചർ ചെയ്യുന്നതിനെ പറ്റി, അതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഞാൻ സിവി ആണെങ്കിൽ 3rd ഇയർ മുതൽ എഴുതി തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്യാ ചെയ്തത്. പിന്നെ എസ്ഒപി ഒക്കെ ഞാൻ ലാസ്റ്റ് ഇയറിലാ എഴുതിയത്. ഞാൻ പിഎച്ച്ഡിക്ക് അങ്ങനെ പോണം എന്ന് പറഞ്ഞ് നിന്ന ഒരാളല്ല എന്ന് നിനക്കറിയാലോ. ഞാൻ മറ്റേ ടോഫൽ എഴുതി കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പൊ ആ സമയത്തൊക്കെ എസ്ഒപി എഴുതി തുടങ്ങി. പക്ഷെ ഞാന് കുറെ എന്താ പറയാ അങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോ കണ്ടു എങ്ങനെ ഇത് എഴുതേണ്ടത് അങ്ങനെ സ്ട്രക്ചർ അറിഞ്ഞു. അങ്ങനെ അതേപോലെ എഴുതി തുടങ്ങി. ആം, ഞാൻ 3 അപ്ലൈ ചെയ്തോളൂ. അപ്പം 3 രീതിയിലായിട്ട് എഴുതി. എന്നുവെച്ചാൽ 3 യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 3 എഴുതി. അത് പക്ഷെ ഞാൻ അധികം അങ്ങനെ ഞാൻ ആരെയും കാണിക്കൊന്നും ചെയ്തില്ല. ഞാൻ എഴുതി, ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഇതായിരുന്നു. അല്ലാതെ ഞാൻ അതിന് വേണ്ടി കുറെ ടൈം ഒന്നും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പിഎച്ച്ഡി ആപ്ലിക്കേഷന് വേണ്ടി ടോട്ടലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. ഉം. എനിക്കിപ്പം അങ്ങനെ പറയുമ്പോ നമുക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ളത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. നീയും വിശ്വസിക്കുന്നില്ലേ അതില്? അത് നമുക്ക് ടോട്ടലി ഇങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊരു എഫേർട്ട് എടുത്താല് ശരിക്കും നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷൻ നമുക്ക് കിട്ടും. എന്തായാലും. ഇപ്പൊ ഓക്കെ ലൈക്ക് ഈ യുഎസില് CGPA മാറ്റർ ചെയ്യോ? ആപ്ലിക്കേഷന്റെ സമയത്താണോ അതോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോഴ്സുകൾക്കാണോ? ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷന്റെ സമയത്ത് അത്രയും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ 10ലാണെങ്കിൽ 8ന് മുകളിലുണ്ടെങ്കിൽ സേഫ് സോൺ ആയിരിക്കും. അപ്പൊ നീ പറയുന്നത് റിസർച്ച് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ മാറ്റർ ചെയ്യുന്നതെന്നാ? യുഎസിലെ റിസർച്ച് എക്സ്പീരിയൻസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യത്തില്ലേ ഓരോ ഇയറിലും. അതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗൈസ് നമ്മള് നമ്മുടെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് പുറത്ത് ചെയ്തത് ഒന്നിച്ചാണ്. നമ്മള് IIT ഇൻഡോറിൽ ഒന്നിച്ചായിരുന്നു. ലൈക്ക് ആ ഒരു ടൈം തൊട്ട് ഇവള് ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് ലൈക്ക് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഐസർ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും അതെ. നമ്മളിപ്പോ 5 വർഷത്തിന് 5 അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ വേറെ വേറെ സ്ഥലത്തിരിക്കുന്നത് യുഎസിലും ഇപ്പൊ ജർമ്മനിയിലും ഒക്കെ. ഇനി എപ്പോ കാണുമെന്ന് പോലും നമുക്ക് ഒരു ഐഡിയയും ഇല്ല. പിന്നെ യുഎസിലെ വെതർ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പൊ ചൂടായി തുടങ്ങി. ഇവിടെ ഫ്ലോറിഡ ആക്ച്വലി എന്താ പറയാ കേരളത്തിന്റെ കൂട്ടുള്ള വെതർ ഒക്കെ തന്നെയാ. വലിയ വ്യത്യാസമൊന്നുമില്ല. തണുപ്പായാലും ഞങ്ങൾക്ക് അധികം എക്സ്ട്രീം ഒന്നും പോകത്തില്ല. ഇപ്പൊ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ മഴയായിരുന്നു. അപ്പം എല്ലാം ഉണ്ട്. എല്ലാതരം വെതറും ഉണ്ട്. നമ്മുടെ ഐസോടെ കൂട്ടൊക്കെ തന്നെ. എനിക്കങ്ങനെ വലിയൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. വെതറും പരമായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. നല്ല സ്റ്റേറ്റ് ആണ് ഫ്ലോറിഡ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലാബിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ? ലൈക്ക് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണോ? നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു നിനക്ക് എന്താണ് തോന്നുന്നത്? ലൈക്ക് ഇന്ത്യയിൽ നിന്ന് യുഎസിൽ എന്താണ് വ്യത്യാസം വരിക? അങ്ങനെ എന്തെങ്കിലും പറയാം. അത് ഇവിടുത്തെ ലാബുകൾ ഡിപെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്ന ലാബില് ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലാണ് കയറിയത്. അപ്പം മുതലേ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്. ഞങ്ങളുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു മെന്ററിനൊന്നും കിട്ടത്തൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പിഐ ആയാലും നല്ല എന്താ പറയാ നല്ല നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻപുട്ട് തരും നല്ലോണം. പിന്നെ ഒരു ഡെയിലി എന്താ 1 to 1 മീറ്റിംഗ് ഉണ്ടാവും. അതുപോലെ ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടാവും. പ്രസന്റ് ചെയ്യണം. ഇയർ എൻഡ് റിപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഭയങ്കര എന്താ പറയാ പീസായിട്ട് ചെയ്യാൻ പറ്റുംന്ന് ഞാൻ പറയില്ല. ബട്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ കോഴ്സ് വർക്കൊക്കെ വരുമ്പോ നമുക്ക് നമ്മുടെ കുറച്ച് ഹെക്ടിക് ഉണ്ടാവുമായിരിക്കും. പ്രത്യേകിച്ച് ടീച്ചിങ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ പേപ്പറൊക്കെ വായിക്കാം. കുറച്ച് നമുക്ക് റിസർച്ച് ചെയ്യാം. ടൈം മാനേജ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഗുഡ്. പിന്നെ ഈ റിസർച്ച് അല്ലാതെ വേറെ എന്തൊക്കെയാ നീ ഇപ്പൊ ചെയ്യാ മെയിൻ ആയിട്ട്? ഇപ്പം ഞാനിങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള വീക്കൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുക. സ്വന്തമായിട്ട് കുറച്ച് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കുക. ഇതല്ലാതെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പിന്നെ കുക്കിംഗ് എനിക്കിഷ്ടമാണ്. കുക്കിംഗ് വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഒക്കെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. അതെനിക്കിഷ്ടമാണ്. അത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പൊ അത് ഒരു നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വേറൊന്നും അങ്ങനെ കുക്കിംഗ് പിന്നെ ശരിക്കും ഷോപ്പിംഗ് ഒരു ഷോപ്പിംഗ് എന്റർടൈൻമെന്റ് അല്ലേ? എന്റെ മെയിൻ പരിപാടി അത് തന്നെയാ. ഷോപ്പിംഗ് ഇതേപോലെ പിന്നെ ഫുഡ് വേറെ കഴിക്കാൻ പോവാ. എക്സ്പ്ലോർ ചെയ്യാ. വേറെ ഓരോ എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെ ഒരു നല്ല ഇതായിട്ട് തോന്നും.
നീ എവിടൊക്കെ അല്ലാതെ വേറെ ട്രിപ്പ് പോയില്ലേ? എവിടൊക്കെ പോയി? ഡിസംബറിൽ ന്യൂയോർക്കിൽ പോയി 3 ദിവസത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് മാർച്ചില് ഒർലാൻഡോ പോയി. യൂണിവേഴ്സൽ. ഈ ഒർലാൻഡോയിലല്ലേ മറ്റേ ഡിസ്നി വേൾഡ് ഒക്കെ ഉള്ളെ? അത് ശരിക്കും ഞാൻ ഇവന്റെ സ്റ്റോറി ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇപ്പൊ ഇവിടെ പാരീസിലുണ്ടത്. എനിക്ക് പോണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ പോണം. ശരിക്കും യുഎസിലുള്ളവർക്കുണ്ടല്ലോ നമ്മള് ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആരെങ്കിലും ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ലീവ് എന്തോ? ലീവില്ല. 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 ഓക്കെ.